2025 പുറത്തിറങ്ങിയ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ കേരള സംഗീത നാടക അക്കാദമി ഏർപ്പെടുത്തിയ അവാർഡ് ലഭിച്ച പയ്യന്നൂരുകാരനാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത്. കാനായി സ്വദേശിയായ മനോജ് മൈത്രിയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. മനോജേട്ടാ, ഏത് വിഭാഗത്തിനാണ് താങ്കൾക്ക് അവാർഡ് ലഭിച്ചത്? നാടക രംഗപടം ചില നമ്മുടെ നാടകങ്ങൾ കാണുന്ന വിഷ്വലുകൾ ഉണ്ടാവുമല്ലോ, സീനറികൾ, അതുപോലെ വീടുകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള രംഗപടം ചിലൊരു നാടകത്തിൻ്റെ രചനയ്ക്കനുസരിച്ച് വെച്ച് നമ്മൾ ചെയ്യുന്ന ഇത് എന്ന് വെച്ചാൽ കർട്ടനുകളായാലും അതുപോലെ പശ്ചാത്തല രംഗപട സംവിധാനം എന്നാണ് പറയാം. അപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ ഈ രംഗപടത്തിൽ? 4 വർഷമായി. വിജയൻ കടമ്പേരി എന്ന ദൈവതുല്യനായ ഗുരുനാഥൻ ഒന്നിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലാണ് താങ്കൾ? അതെ അതെ. അയാളെ എന്താ പറയേണ്ടത്, ഒരു നിറഞ്ഞ സ്നേഹം അല്ലെങ്കിൽ നല്ലൊരു മനസ്സുകൊണ്ടാണ് എന്നെ ഇന്ന് ഈ പുരസ്കാരത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ നാടകം അഭിനയം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് രംഗപടം. അതായത് ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും വലിയൊരു ഫ്രെയിമിൽ വരച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, അതിപ്പം എന്താ പറയുക, നമ്മൾ ആ ഒരു ശീലിച്ചത് കൊണ്ടും നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ആദ്യമായിട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഈ പണി. എന്ന് വെച്ചാൽ ഇത്രയും ഇപ്പം ഈ നമ്മൾ ചൂടിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇത്രയും വരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ 10 നാടകം ആണ് മത്സര രംഗത്ത് എത്തിയത്. അപ്പൊ 10ൽ 3 നാടകത്തിലും രംഗപടം ചെയ്തിരിക്കുന്നത് താങ്കളാണ്. അല്ല, 10ൽ 5 നാടകങ്ങളും നമ്മളതായിരുന്നു. അതെ അല്ലേ? അതിൽ 3 സെലക്ട് ചെയ്തിട്ടാണ് അവാർഡ് കിട്ടിയത്. അപ്പൊ ആ 3 നാടകത്തിൽ എന്തൊക്കെയായിരുന്നു ആ ചെയ്ത സാധനം? അത് 3 വ്യത്യസ്ത പാറ്റേണിലായിരുന്നു. ഒന്ന് ഹിഡുംബിന്റെ കഥ പറഞ്ഞൊരു വംശം, അതാണ് അതിൽ മികച്ചു നിന്നത്. അപ്പോൾ അതിൽ എന്താ പറയേണ്ടത്, നമ്മുടെ കാടും കൊട്ടാരങ്ങളുമായിട്ടുള്ള ഒരിതാണ്. മറ്റൊന്ന് അങ്ങാടിക്കുരുവികളാണ്. അങ്ങാടിക്കുരുവികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ഗ്രാമീണ ഒരു പശ്ചാത്തലം, പഴയ ഒരു നാട്ടുമ്പുറത്തെ കട, അങ്ങനെയുള്ളൊരു രീതി. മറ്റേ കാലം പറക്കണം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയൊരു വേറൊരു സ്റ്റൈലിലെ സെറ്റ്. അങ്ങനെയാണ് 3 ടൈപ്പ് വർക്കായിരുന്നു. അപ്പൊ നമുക്കിത് ഭാവനക്കനുസരിച്ച് വരച്ചെടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ പഴയ കാലം എന്ന് പറഞ്ഞ പശ്ചാത്തലം, അപ്പൊ ആ പഴയ കാലത്തെ ഓർമ്മകളും കൂടി നമുക്ക് ഇതിന്റെ കൂടെ സമർപ്പിക്കാൻ പറ്റുന്ന വേണം. അല്ല, നമ്മളതിന് കുറെ എന്ന് വെച്ചാൽ എന്താ പറയാ, ഒരു സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആത്മസമർപ്പണം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇത് ആദ്യം ചെയ്യുക? ഇത്രയും വലിയ ക്യാൻവാസിൽ വരക്കുന്നതിന് മുൻപേ ചെറിയ പേപ്പറിൽ വരക്കുക, എങ്ങനെയാണ് ചെയ്യാറ്? അല്ല, ചില സാധനങ്ങളൊക്കെ വെച്ചാൽ കുറച്ച് ടഫായിട്ട് തോന്നുന്നതെല്ലാം ഒരു പെൻസിൽ സ്കെച്ച് പോലെ ആദ്യം പേപ്പറിൽ ചെയ്തെടുക്കും. പിന്നെ നമ്മൾ കർട്ടനിലേക്ക് അത് സ്കെച്ച് ചെയ്യും. പിന്നെ പ്രിയ ഗുരുനാഥന്റെ എല്ലാ അനുഗ്രഹങ്ങളും. ഇപ്പൊ ഇതുപോലെ ഒരു വലിയ ഫ്രെയിം വരച്ചെടുക്കാൻ എത്ര സമയം എടുക്കും? എത്ര ദിവസം എടുക്കും? അല്ല, അത് നമ്മൾ വരക്കുന്ന സീനുകൾ പോലെ അല്ലെങ്കിൽ വിഷ്വൽ പോലെയാണ്. എന്നുവെച്ചാൽ ചെറിയ ചെറിയ പൂന്തോട്ടങ്ങൾ, ഇതെല്ലാം ഇപ്പം നമ്മൾ വരച്ച പൂന്തോട്ടങ്ങൾ പോലെയാണ്. ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് വരച്ച് തീർക്കാൻ പറ്റും. കുറച്ച് വലുതാണെങ്കിൽ ഒരു 2-3 ദിവസം. അങ്ങനെ നമ്മൾ പശ്ചാത്തലത്തിന് കണക്കായിട്ട് ദിവസങ്ങൾ. ഇപ്പോൾ ഏതൊക്കെ തിയേറ്റേഴ്സിന് വേണ്ടി രംഗപടം ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു 10-15ഓളം സമിതിക്ക് വേണ്ടി ഈ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി എങ്ങനെയാണ്? സാധാരണ ഇപ്പൊ ഔദ്യോഗികമായിട്ട് താങ്കൾ ഈ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്? അതെ. അല്ല, നമുക്ക് ഈ ചെറുപ്പം മുതലേ ചിത്രരചന അല്ലെങ്കിൽ ശില്പം ഇതിനോടൊരു ഭയങ്കര ഒരു ക്രേസാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ സമയമോ അല്ലെങ്കിൽ ആ ഒരു ഇതിന് കണക്കായി മൂടിന് കണക്കായി അങ്ങ് ചെയ്തു പോകും. അതിൻ്റെ സംതൃപ്തി ഭയങ്കരമാണ്. പുറത്തായിരുന്നു, ഇപ്പൊ കൊറോണയ്ക്ക് ശേഷമാണ് സജീവമായിട്ട് ഇപ്പൊ കലാരംഗത്ത്. അതെ. അല്ല, ഗൾഫിലും ഇത് തന്നെയായിരുന്നു, നാട്ടുവർക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വിജയേട്ടനെന്ന് വെച്ചാൽ പണ്ട് ഉള്ള ഒരു ബന്ധമാണ്, കുടുംബപരമായിട്ട് ഏട്ടൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അങ്ങനെയുള്ളൊരു ബന്ധം. അങ്ങനെ വിജയേട്ടനൊന്നിച്ച് 4 വർഷമായിട്ട് ഇപ്പം വിജയേട്ടനൊന്നിച്ച് തന്നെ. അപ്പൊ ഇനിയിപ്പം ചെയ്തു തീർക്കാനുള്ള വർക്കുകൾ എന്തൊക്കെയാണ്? അല്ല, ഇനിയിപ്പം അടുത്ത ഈ സീസണിലേക്കില്ലേ നാടകങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. മെയ് മുതൽ അങ്ങോട്ട് ഏകദേശം ഒരു ഡിസംബർ വരെ പുതിയ നാടകങ്ങളുടെ വർക്കിൽ. അപ്പോൾ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇനിയും എന്തായാലും ഒരുപാട് നേട്ടങ്ങൾ താങ്കളെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ചിത്രങ്ങളുമായി വരിക. അപ്പോൾ ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.